ജെയിംസ് ബോണ്ട്. ഈ പേര് തന്നെ ധാരാളമാണ് എത്രത്തോളം പ്രസിദ്ധമായിട്ടുള്ളൊരു കഥാപാത്രമാണിത് എന്ന് മനസ്സിലാക്കാനായിട്ട്. അതായത് ഈ ഏജൻറ്റ് ടൈപ്പ് മൂവീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യം എല്ലാവർക്കും ഓർമ്മ വരുന്ന പേര് ജെയിംസ് ബോണ്ട് എന്നായിരിക്കും. അത് കഴിഞ്ഞേ മറ്റേത് ഏജൻറ്റുകളുടെ പേരും ഓർമ്മ വരുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ജെയിംസ് ബോണ്ടിൻ്റെ സൃഷ്ടാവായിട്ടുള്ള ഇയാൻ ഫ്ലെമിംഗ് ഒരു റിയൽ ലൈഫ് വ്യക്തിയെ ബേസ് ചെയ്താണ് ഈ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. 20-ലേറെ സിനിമകളിലും 45-ലേറെ നോവലുകളിലുമായി നിറഞ്ഞു നിൽക്കുന്ന പല നടന്മാർ അവതരിപ്പിച്ചിട്ടുള്ള ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞ കഥാപാത്രം എന്തുകൊണ്ട് ഇത്ര ആരാധകരെ ക്രിയേറ്റ് ചെയ്തു? ഇന്ന് നമുക്ക് ഫാൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏജൻറ്റ് കഥാപാത്രമായിട്ടുള്ള ഏജൻറ്റ് 007 ജെയിംസ് ബോണ്ടിനെ കുറിച്ചൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ക്യാരക്ടർ അനാലിസിസിൽ നമുക്ക് ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും പറയാം. അതായത് ഏതൊരു ക്യാരക്ടറിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും അല്ലേ? എങ്ങനെ ഈ ക്യാരക്ടർ ഇങ്ങനെയായി മാറി ഇതിലേക്ക് വന്നു എന്നുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ചെറുപ്പത്തിൽ തന്നെ ജെയിംസിൻ്റെ അച്ഛനമ്മമാർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പാരൻസിൻ്റെ മരണശേഷം ജെയിംസ് ബോണ്ടിനെ പ്രൈവറ്റ് ട്യൂഷനായിരുന്നു കൊടുത്തിരുന്നത്. അതായത് ഈ ഹോം സ്കൂളിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് കൊടുത്തിരുന്നത്. പുള്ളിക്കാരൻ ഫാമിലി എസ്റ്റേറ്റിലാണ് വളർന്നു വന്നത്. അപ്പോൾ ജീവിതത്തിൽ തൻ്റെ ലൈഫിൽ തൻ്റെ പാരൻസ് പോയപ്പോഴത്തേക്കും ഒരു പാരൻ്റൽ ഫിഗർ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ അച്ഛനെപ്പോലെ എന്ന് തോന്നിക്കുന്ന രീതിക്ക് വന്ന ഒരാളായിരുന്നു ഓബൻഹൗസർ എന്ന് പറഞ്ഞ വ്യക്തി. ഈ ഒരു വ്യക്തിക്ക് കീഴിൽ ജെയിംസ് ബോണ്ട് ക്ലൈംബിങ്, സ്കീയിങ് ഇതൊക്കെ പഠിക്കുകയുണ്ടായി. ഓബൻഹൗസർ എന്ന് പറയുന്ന ആളുടെ മകനായിട്ടുള്ള ഫ്രാൻസ് ഓബൻഹൗസറിൻ്റെ കൂടെ ഇദ്ദേഹം നല്ലതുപോലെ വളർന്നു വന്നു. അപ്പോൾ ഒറ്റയ്ക്കായി പോയില്ല എന്ന തോന്നൽ വരുത്തിയത് ഇവർ രണ്ടുപേരായിരുന്നുവെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്, വളരെ നിഗൂഢമായിട്ട് ഓബൻഹൗസർ അപ്രത്യക്ഷനായെന്ന്, അതായത് കഥയിൽ നിന്ന് ഇല്ലാണ്ടായി. അപ്പോൾ അത് ജെയിംസ് ബോണ്ടിനെ ഉറപ്പായിട്ടും പിടിച്ച് കുലുക്കിയിട്ടുണ്ടാവണം അല്ലേ? എന്നാൽ തൻ്റെ സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം 17-ാമത്തെ വയസ്സിലാണ് റോയൽ നേവി കോളേജിലേക്ക് ജെയിംസ് ബോണ്ട് പഠിക്കാനായി പോകുന്നത്. ചെറുപ്പം മുതലേ തന്നെ ഈ പഠിക്കാൻ വന്ന മേഖലയിൽ, അതായത് ഈ മേഖലയിൽ തിളങ്ങാൻ വേണ്ടി വന്നവരാണ് താൻ എന്ന് തെളിയിക്കുന്ന പല വീരപ്രകടനങ്ങളും ജെയിംസ് ബോണ്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം അത്ലറ്റിക് കോമ്പറ്റീഷനുകളിലും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസിൻ്റെ ട്രെയിനിങ്ങിലുമെല്ലാം ജെയിംസ് ബോണ്ട് നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ വീട്ടിലിരുന്ന് പഠിക്കുന്ന പരിപാടിയിലൊരു പാസ് മാർക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിലും ഇതിലൊക്കെ നല്ല പെർഫോമൻസാണ് ജെയിംസ് ബോണ്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറപ്പിച്ചു ഇവൻ ഈ ഒരു കോളേജിൽ നിന്ന് പോകുന്ന ഈ ഒരു ഫീൽഡിലെ ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കുമെന്ന്. പിന്നെ ഈ സ്കൂളിൽ വെച്ചുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ പഠിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിക്കാണ് ജെയിംസ് ബോണ്ട് തൻ്റെ പഠനത്തിനെ അപ്രോച്ച് ചെയ്തിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ സമയത്തിന് ശേഷം ഹോസ്റ്റൽ റൂമുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ ജെയിംസ് ബോണ്ടിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ നേവി സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി സീ സർവീസ് തുടങ്ങിയ ജെയിംസ് ബോണ്ട് വളരെ നല്ല പെർഫോമൻസാണ് അവിടെ കാഴ്ചവെക്കുകയുണ്ടായത്. കാരണം നേവി ഇൻ്റലിജൻസിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ജെയിംസ് ബോണ്ടിന് സെലക്ഷൻ കിട്ടി. കാരണം അത്രത്തോളം റെക്കമെൻഡേഷൻസ് ജെയിംസ് ബോണ്ടിന് തൻ്റെ സീനിയർ ഓഫീസേഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നേവി ഇൻ്റലിജൻസിൽ കയറിയതിനു ശേഷം അവിടെയും ഗംഭീര പെർഫോമൻസ് തന്നെയാണ് ജെയിംസ് ബോണ്ട് കാഴ്ചവെക്കുകയുണ്ടായത്. ചുരുങ്ങിയ സമയം കൊണ്ട് തൻ്റെ കമാൻഡിങ് ഓഫീസേഴ്സിനും സുപ്പീരിയേഴ്സിനും വല്ലാത്തൊരു ബഹുമാനം ജെയിംസ് ബോണ്ടിനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം അവരെ ഇംപ്രസ് ചെയ്തത് ജെയിംസ് ബോണ്ടിൻ്റെ 2 നാച്ചുറൽ എബിലിറ്റികളായിരുന്നു. ഒന്ന് മെൻ്റൽ ക്വിക്ക്നെസ്, മറ്റൊന്ന് കോൺഫിഡൻസ്. മെൻ്റൽ ക്വിക്ക്നെസ് എന്താണ്? ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല രീതിക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുമോ, അതാണ് ഈ ഒരു മെൻ്റൽ ക്വിക്ക്നെസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഇംപ്രവൈസേഷൻ ചെയ്യേണ്ടി വരും. അത് വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ ജെയിംസ് ബോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് സുപ്പീരിയേഴ്സിനെ ഒരുപാട് ഇംപ്രസ് ചെയ്തൊരു ക്വാളിറ്റിയാണ്. മറ്റൊന്ന് കോൺഫിഡൻസ്. തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നവൻ ശത്രുവാണെങ്കിലും സുപ്പീരിയർ ആണെങ്കിലും തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും തനിക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും എല്ലായിടത്തും ജെയിംസ് ബോണ്ടിന് ഒരു അപാര കോൺഫിഡൻസ് ആണ്. അപ്പോൾ പേടി വന്നാലും ജെയിംസ് ബോണ്ട് അത് പുറത്ത് കാണിക്കത്തില്ല. വളരെ കോൺഫിഡൻസ് ആയിട്ട് അവരുടെ കണ്ണിൽ തന്നെ നോക്കി പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ട് ജെയിംസ് ബോണ്ടിന് പറ്റാറുണ്ട്. ഇതിപ്പോൾ ജെയിംസ് ബോണ്ടിനെ അവതരിപ്പിച്ചിട്ടുള്ള ഏതൊരു നടനെ എടുത്ത് നോക്കിയാലും ഇത് ഉറപ്പായിട്ടും ആ ഒരു ക്വാളിറ്റി ഇവർ അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ആളുകളിൽ ഒരാൾ തന്നെയാണ് ഡാനിയൽ ക്രെയ്ഗ്. ആ ഒരു കറക്റ്റ് കണ്ണിൽ തന്നെ നോക്കി പുള്ളിക്കാരനത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടല്ലേ. ഇനി ട്രെയിനിങ് സമയത്ത് ജെയിംസ് ബോണ്ടിന് കൊടുത്ത ഒരു അസൈൻമെൻറ്റിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഈ ഒരു അസൈൻമെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ഒരു ഡിറ്റക്ഷൻ പ്രോഗ്രാമായിരുന്നു. അതായത് ഒരു ഏരിയയിൽ ആരും അറിയാതെ പോയി ഒരു അസൈൻമെൻറ്റ് ചെയ്തിട്ട് വരണം. ഇത് വളരെ എഫിഷ്യൻ്റായിട്ട് ജെയിംസ് ബോണ്ട് ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയണം, ആ കൂടെ നിന്ന് ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് വെച്ച് ഒരു .something ഡിറ്റക്ഷൻ പോലും ഇല്ലാതെ അത് കംപ്ലീറ്റ് ചെയ്ത് വന്നത് ജെയിംസ് ബോണ്ടാണ്. അടുത്തതെന്ന് പറയുമ്പോൾ ട്രെയിനിങ്ങിലുണ്ടായിരുന്ന ഒരു പാരഷൂട്ട് ജമ്പിങ് ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു പാരഷൂട്ട് ജമ്പിങ് ട്രെയിനിങ്, ഈ ഒരു പാരാ ജമ്പിങ് ട്രെയിനിങ്ങിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ജെയിംസ് ബോണ്ടിൻ്റെ കൂടെ ചാടിയ ഒരു ഓഫീസറിൻ്റെ പാരഷൂട്ട് ജാമായിപ്പോയി.
ചാടി അത് തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ ജെയിംസ് ബോണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കാതെ ഇയാളെ രക്ഷിക്കുകയും ചെയ്തു, സേഫായിട്ട് ലാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ലാൻഡിങ്ങിൽ രക്ഷിച്ച ആളുടെ, അതായത് ഒരാളെ രക്ഷിച്ചെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഓഫീസറിന് ചെറിയൊരു പരിക്ക് പറ്റിയെങ്കിലും ജെയിംസ് ബോണ്ടിന് യാതൊരുവിധ പരിക്കും പറ്റിയില്ല, സേഫായിട്ട് അയാൾ ലാൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ജെയിംസ് ബോണ്ട് അത്യാവശ്യം പ്രശസ്തനായി തുടങ്ങി. ഈ സമയത്താണ് ജെയിംസ് ബോണ്ട് സ്പെഷ്യൽ ഫോഴ്സസിലോട്ട് കയറിയത്. സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ് സ്പെഷ്യൽ ഫോഴ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. ജെയിംസ് ബോണ്ട് അവിടെയും തൻ്റെ കഴിവ് തെളിയിച്ചു. അപ്പോൾ ഇത്രത്തോളം ധീരനായതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം ഈ ഒരു ജെയിംസ് ബോണ്ട് വർക്ക് ചെയ്യുന്ന MI6 എന്ന് പറയുന്ന ഏജൻസിയിലോട്ട് കയറുന്നതിന് മുൻപ് തന്നെ കമാൻഡർ റാങ്കിലോട്ടെത്തി. നേവിയിൽ കമാൻഡർ റാങ്കിൽ ജെയിംസ് ബോണ്ടായി. അങ്ങനെ കമാൻഡർ റാങ്കിലുള്ള ജെയിംസ് ബോണ്ടിനെ MI6 തങ്ങളുടെ സ്പെഷ്യൽ യൂണിറ്റ് ആയിട്ടുള്ള WO യൂണിറ്റിലോട്ട് റിക്രൂട്ട് ചെയ്യുകയാണ്. ഈ WO യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ സീക്രട്ടീവ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണെന്നാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്, ഈ ഒരു കഥയിൽ പറയുന്നത്. അപ്പോൾ WOയിലെത്തിയ ജെയിംസ് ബോണ്ടിന് അങ്ങനെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു കോഡ് നെയിം കിട്ടുകയാണ് 007. അങ്ങനെ ഏജൻറ്റ് 007 എന്ന് പറയുന്ന ജെയിംസ് ബോണ്ട് ഈ ഒരു ഏജൻസിക്ക് വേണ്ടി വർക്ക് ചെയ്തു തുടങ്ങി. ശേഷം എല്ലാം സിനിമകളിലും നോവലുകളിലുമായിട്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ സിനിമകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ക്യാരക്ടർ അനാലിസിസിലേക്ക് പോവാം. അപ്പോൾ ക്യാരക്ടർ അനാലിസിസിലേക്ക് പോകുന്നതിന് മുൻപ്, ഈ ക്യാരക്ടറിൻ്റെ നല്ല വശങ്ങൾ പറയുന്നതിന് മുൻപ് ജെയിംസ് ബോണ്ടിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊന്ന് പറയേണ്ടിയിരിക്കുന്നു. ജെയിംസ് ബോണ്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺഫിഡൻസ് ആണെന്നൊക്കെ പറയാമെങ്കിലും മറ്റുള്ള മെയിൻ ഹീറോസിനെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് സൽസ്വഭാവം കൂടുതലായിരിക്കും. അവർക്ക് നല്ലൊരു എന്താ പറയുക ക്വാളിറ്റീസ് അവർക്ക് കൂടുതലായിരിക്കും. ജെയിംസ് ബോണ്ട് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ക്യാരക്ടറാണ്. ഇയാൾക്ക് നല്ല ക്വാളിറ്റീസും ഉണ്ട്, മോശം ക്വാളിറ്റീസും ഉണ്ട്. നല്ല കാഴ്ചപ്പാടുകളും ഉണ്ട്, മോശം കാഴ്ചപ്പാടുകളും ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ജെയിംസ് ബോണ്ട്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിലൊന്നാണ് ജെയിംസ് ബോണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം ജെയിംസ് ബോണ്ടിൻ്റെ പല പോരായ്മകൾ ആളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ജെയിംസ് ബോണ്ടിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള ഇയാൻ ഫ്ലെമിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുത്തനായിട്ടല്ല ഞാൻ ജെയിംസ് ബോണ്ടിനെ ക്രിയേറ്റ് ചെയ്തത്, എല്ലാവർക്കും ലൈക്കബിൾ ആയിട്ടുള്ള ഒരാളായിട്ടല്ല ഞാൻ ജെയിംസ് ബോണ്ടിനെ ക്രിയേറ്റ് ചെയ്തത്. അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുകയും അയാളുടെ രീതിക്ക് ജീവിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിക്കാണ് ഞാൻ ജെയിംസ് ബോണ്ടിനെ ക്രിയേറ്റ് ചെയ്തതെന്ന് ഇങ്ങനെ അർത്ഥം വരുന്ന രീതിക്ക് ഇയാൻ ഫ്ലെമിംഗ് പറഞ്ഞിട്ടുണ്ട്. വളരെ ആരോഗ്യമുള്ള, എപ്പോഴും ലോജിക്കലി ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാതെ തൻ്റെ ഇമോഷന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന 30 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള തൻ്റെ കാലഘട്ടത്തിലെ ഒരു വ്യക്തി. അതായത് ഇയാൾ വളർന്നു വന്ന കാലഘട്ടത്തിലുള്ള ഐഡിയോളജീസ് ഉണ്ടല്ലോ, നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളും മാറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സ്വഭാവമൊന്നും ജെയിംസ് ബോണ്ടിനില്ല. ഇയാൾ വളർന്നു വന്ന സമയത്ത് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ലാസ്റ്റ് വരെ പുള്ളിക്കാരൻ ശരിയെന്ന് കാണിച്ചിട്ടുള്ളത്. അതെല്ലാം പിന്നെ സിനിമകളിൽ അഡാപ്റ്റ് ചെയ്തപ്പോഴെല്ലാം ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇത് ഈ ക്യാരക്ടറിൻ്റെ ഒരു പോരായ്മയാണെന്ന് പല ആളുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇയാൻ ഫ്ലെമിംഗ് പറഞ്ഞിട്ടുണ്ട് അയാളെ ഞാൻ ക്രിയേറ്റ് ചെയ്തത് അങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് ഈ പുള്ളിക്കാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ബിഹേവിയറിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ജെയിംസ് ബോണ്ടിൻ്റെ ക്യാരക്ടർ അനാലിസിസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ജെയിംസ് ബോണ്ടിൻ്റെ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണഗതിയിലുള്ള കോൺഫിഡൻസ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, എക്സ്ട്രീംലി കോൺഫിഡൻ്റ് ആണ്. അതായത് ഒരു സാഹചര്യത്തിലും ജെയിംസ് ബോണ്ട് തനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണിത് എന്ന് കാണാറില്ല. ആ സാഹചര്യവും തനിക്ക് തരണം ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസിലാണ് ജെയിംസ് ബോണ്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സമയങ്ങളിലും കുറച്ച് ഓവർ കോൺഫിഡൻ്റായി തോന്നുമെങ്കിലും അതെല്ലാം ഈ ക്യാരക്ടറിൻ്റെ ബിൽഡിങ്ങിന് വളരെ ആവശ്യമുള്ളൊരു കാര്യമായിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ഈ സിനിമയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, കഥകളിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കഥാപാത്രത്തിനെ ഇത്രത്തോളം കോൺഫിഡൻ്റ് ആക്കിയത് കൊണ്ട് തന്നെയാണ് ജെയിംസ് ബോണ്ടിൻ്റെ സുപ്പീരിയേഴ്സിന് ഒരു വല്ലാത്ത ബഹുമാനം ജെയിംസ് ബോണ്ടിനോടുള്ളതും അതുപോലെ തന്നെ ചില ആളുകൾക്ക് അല്പം ദേഷ്യം ജെയിംസ് ബോണ്ടിനോട് ചില സമയങ്ങളിൽ തോന്നുന്നതും. രണ്ടാമത്തെ കാര്യം, ജെയിംസ് ബോണ്ട് എപ്പോഴും കാമാണ്, ഭയങ്കര കാമായിട്ടുള്ള ഒരാളാണ്. എപ്പോഴും ശാന്തമായിട്ടാണ് ജെയിംസ് ബോണ്ട് ബിഹേവ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും പലപ്പോഴും ജെയിംസ് ബോണ്ട് കാമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എന്താണ്? കാമായിട്ട് നിന്നാൽ ആ സിറ്റുവേഷൻ അത്രത്തോളം ജെയിംസ് ബോണ്ടിന് അസസ് ചെയ്യാൻ പറ്റും. ജെയിംസ് ബോണ്ട് നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ, ആ സാഹചര്യം, അതെല്ലാം ജെയിംസ് ബോണ്ടിന് പ്രോപ്പറായിട്ട് അസസ് ചെയ്യാൻ പറ്റും. സോ കാംനെസ്, എല്ലാ സിറ്റുവേഷനിലും കാമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വൈറ്റൽ ക്വാളിറ്റിയാണ്. അത് ജെയിംസ് ബോണ്ടിൻ്റെ ലൈൻ ഓഫ് വർക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഏത് സിനിമ എടുത്ത് നോക്കിയാലും ഏത് സാഹചര്യങ്ങളും ചുറ്റും നിൽക്കുന്ന അത്ര ആളുകളും ജെയിംസ് ബോണ്ടിന് വളരെ ബുദ്ധിമുട്ടേറിയ ആളുകളായിരിക്കും, പക്ഷേ ജെയിംസ് ബോണ്ട് വളരെ കാമായിട്ടാണ് നിൽക്കുന്നത്. മറ്റൊന്നെന്ന് പറയുമ്പോഴത്തേക്കും ജെയിംസ് ബോണ്ടിൻ്റെ ഐ കോണ്ടാക്റ്റ്, അതൊരിക്കലും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഐ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ
ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നതല്ല, ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണെടുക്കാതെ കണ്ണിൽ തന്നെ നോയിക്കൊണ്ട് ആ ഒരു ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു ക്വാളിറ്റി ജെയിംസ് ബോണ്ടിനുണ്ട്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ജെയിംസ് ബോണ്ടിൻ്റെ ഈ ക്വാളിറ്റീസ് ഒക്കെ പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റിയും കൂടെ ജെയിംസ് ബോണ്ടിനുണ്ട്. വെൽ ഡ്രസ്ഡ് ആണ്. അതായത് എത്ര ഫൈറ്റിംഗ് സിറ്റുവേഷനിൽ പോയാലും ജെയിംസ് ബോണ്ടിൻ്റെ ഡ്രസ്സിങ് വളരെ സൂപ്പറാണ് അല്ലേ. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ജെയിംസ് ബോണ്ടിൻ്റെ ക്രിയേറ്റർ ഉണ്ടല്ലോ, ഇയാൻ ഫ്ലെമിംഗ്, ഇദ്ദേഹം 2ാം ലോക മഹായുദ്ധ സമയത്തിൽ നേവി ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവിടെയെല്ലാം വർക്ക് ചെയ്തതിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ അനുഭവ സമ്പത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ജെയിംസ് ബോണ്ടിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. അതെ, അന്നുണ്ടായിരുന്ന ഒരു മിഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ബേസ് ചെയ്തിട്ടാണ് ഇയാൻ ഫ്ലെമിംഗ് ജെയിംസ് ബോണ്ടിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു സിനിമയുണ്ട് ആ മിഷനെ ബേസ് ചെയ്തിട്ട്. ആ ഒരു സിനിമയിൽ ഹെൻറി കാവിൽ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതൊരു റിയൽ ലൈഫ് ക്യാരക്ടറാണ്. ആ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്, ഹെൻറി കാവിൽ അവതരിപ്പിക്കുന്ന റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇയാൻ ഫ്ലെമിംഗ്, അതായത് ആ വ്യക്തിയെ ബേസ് ചെയ്തിട്ടാണ് ഇയാൻ ഫ്ലെമിംഗ് ജെയിംസ് ബോണ്ട് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു സിനിമയുടെ ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. ആ സിനിമയൊന്ന് കണ്ടു വെക്കുക കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ ഇതാണ് ജെയിംസ് ബോണ്ടിൻ്റെ ക്യാരക്ടർ അനാലിസിസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ